ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് അടുക്കളയിലെത്തിക്കഴിഞ്ഞു. ആദ്യം തന്നെ കിച്ചണിലെ ജനാലകളൊക്കെ തുറന്നിടുകയാണ്. ശേഷം ജനാലയിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇനി മക്കൾക്ക് മദ്രസയിലേക്ക് പോകാനുള്ള സമയമാവുകയാണ്. അപ്പോഴേക്കും ചായ റെഡിയാക്കുകയാണ്. ഒരാൾക്ക് പാൽ ചായയും ഒരാൾക്ക് കട്ടൻ ചായയുമാണ് ഇവിടെ വെക്കുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസയിലേക്ക് പോയി കഴിഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മക്കൾ തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുകയാണ്. സെറ്റിയൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുക്കട്ടെ. ഇനി ഇവിടുത്തെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. മഴയൊക്കെ അല്ലേ, ജനാലകളൊക്കെ തുറന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. പതിവ് പോലെ തന്നെ അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും നല്ല കട്ടി ചട്നിയും കൂടെയാണ്. അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. മക്കളൊക്കെ വന്ന് കഴിക്കുകയാണ്. ഇനി ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ പരിപാടിയിലാണ്. സൺഡേ ആയതുകൊണ്ട് സിമ്പിൾ ബിരിയാണി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ബിരിയാണി വെക്കുകയാണ് ഗൈസ്. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണണ്ടേ. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പട്ട, ഏലക്ക, കരയാമ്പൂ, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവയെല്ലാം ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. ഒപ്പം സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണിയുടെ റെസിപ്പി വേണ്ടവർ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇനി കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ്. ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും 4 മണിയായി. ഇനി ചായയും ചായക്കൊപ്പം കഴിക്കാൻ പക്കോടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലെയുള്ള വ്ളോഗുകളുമായിട്ട് വീണ്ടും കാണാം.